നമസ്കാരം. ഞാൻ ശിവശങ്കർ. ഒരു ചെറിയ വിഷയമാണ്, പക്ഷെ വളരെ പ്രാധാന്യമുള്ളൊരു സംഗതിയും കൂടിയാണ്. അതായത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും വിൽപ്പത്രം എന്നുള്ളൊരു സംഗതിയെക്കുറിച്ച്. അത് മരണശേഷം ആ വിൽപ്പത്രം എഴുതി വെക്കുന്ന ആളുടെ വസ്തുവകകളും മറ്റുമൊക്കെ എങ്ങനെ വിനിയോഗിക്കപ്പെടണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു വിശദീകരണമാണ് നമ്മൾ വിൽപ്പത്രം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതിനേക്കാൾ വളരെ പ്രാധാന്യമുള്ള വേറൊരു വിൽപ്പത്രമുണ്ട്. അതിനെ സാധാരണ ലിവിങ് വിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ലിവിങ് വിൽ എന്നുള്ളതിൻ്റെ പ്രാധാന്യം നാൾക്ക് നാൾ കൂടി വരികയാണ്. നമുക്കറിയുന്ന പല വിഷയങ്ങളിലും രോഗിയുടെ ഇഷ്ടമില്ലാതെ അഥവാ രോഗിയുടെ കൂട്ടിരിപ്പുകാരുടെ പോലും താല്പര്യമില്ലാതെ അനാവശ്യമായ ചില ചികിത്സകൾ ആശുപത്രികൾ രോഗികൾക്ക് കൊടുക്കുന്നതായി, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് അവരെ ICU യൂണിറ്റോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചികിത്സാ സംവിധാനങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുകയും ഹൈപ്പോതെർമിയ, സെപ്സിസ് തുടങ്ങിയ വിഷയങ്ങളാൽ മരണപ്പെട്ടു പോയി എന്നുള്ള നിലയിലുള്ള സങ്കടങ്ങളുമൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ നിലവിലുള്ളൊരു സംവിധാനമാണ് ലിവിങ് വിൽ. അതായത് ആ എഴുതി വെക്കുന്ന ആൾക്ക് എന്തെല്ലാം തരം ചികിത്സ വേണം വേണ്ട എന്ന് സ്വയം തീരുമാനിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് ആ ലിവിങ് വിൽ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് സാധാരണ വിൽപ്പത്രം എഴുതുന്നത് പോലെയുള്ള വ്യവസ്ഥകളുണ്ട്. അതായത് ആൾ സ്വബോധമുണ്ടാകണം, സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കാനുള്ള പ്രാപ്തി ഉണ്ടാകണം, സാക്ഷികളുണ്ടാകണം എന്നുള്ളതിലുപരി കുറച്ചുകൂടി, അതായത് ഒരു ഗസറ്റഡ് ഓഫീസറോ അല്ലെങ്കിൽ നോട്ടറിയോ ടെസ്റ്റ് ചെയ്തിരിക്കണം, അതുപോലെ ഇതിൻ്റെ പകർപ്പുകൾ ആരുടെയൊക്കെ പക്കൽ ഏൽപ്പിച്ചിരിക്കണം തുടങ്ങിയ വ്യവസ്ഥകൾ മാത്രമേ അഡീഷണലായി അതിലുള്ളൂ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 2018 ഒരു വിധിന്യായത്തെക്കുറിച്ച് തുടർന്നാണ് ഇത് കൂടുതൽ പ്രാവർത്തികമായത്, അല്ലെങ്കിൽ ഒരു നിയമ സാധുത ലഭിച്ചത് എന്ന് പറയാൻ കഴിയും. ഞാൻ ഈ വിധിന്യായങ്ങളോ വകുപ്പുകളോ ഒന്നും പറയാത്തത് ഇത് സാധാരണക്കാരന് മാത്രം മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതായത് 2018 ആ സുപ്രീം കോടതിയുടെ വിധിയെക്കുറിച്ചുള്ള വിവരങ്ങളും 2023 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അതിനെ സംബന്ധിച്ച് കൂടുതൽ ക്ലാരിഫിക്കേഷൻ നൽകിയതുമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തോളാം. നിങ്ങളത് താല്പര്യമുള്ളവർ ആ രീതിക്കും കൂടി പരിശോധിക്കുക. ഞാൻ ഈ പറഞ്ഞു വന്നത് വളരെ ലളിതമായൊരു കാര്യമാണ്. നമ്മൾക്ക് ഒരു പ്രത്യേകതരം അസുഖമോ അല്ലെങ്കിൽ പ്രത്യേകതരം അവസ്ഥയോ എത്തിപ്പെടുന്ന പക്ഷം നമുക്ക് സ്വന്തം നിലയ്ക്ക് തന്നെ ഇന്ന ചികിത്സകൾ എനിക്ക് വേണ്ട, അഥവാ എന്നെ ICU യൂണിറ്റിലോട്ട് പ്രവേശിപ്പിക്കേണ്ട, എന്നെ വെന്റിലേറ്ററിലോട്ട് പ്രവേശിപ്പിക്കേണ്ട എന്ന് തുടങ്ങിയുള്ള വ്യവസ്ഥകളടക്കമുള്ള പല കാര്യങ്ങളും നിയമപരമായി തന്നെ എഴുതി വെക്കാനും അതിന് നിയമസാധുതയുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനും വേണ്ടി മാത്രമാണ് ഞാൻ ഈ ചെറിയ വീഡിയോ ചെയ്തത്. അത് ദയവായി ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ ചില അനാവശ്യമായ ചികിത്സാ രീതികൾ ഒഴിവാക്കാനും, അതല്ല അനാവശ്യമായ ചികിത്സാ രീതികൾ ഒഴിവാക്കുമ്പോൾ നാട്ടുകാർ മക്കളെക്കുറിച്ച് കുറ്റം പറയാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സംഗതി പറയുന്നത്. അവന് ICU യൂണിറ്റിലും ഒക്കെ പ്രവേശിപ്പിക്കേണ്ട എന്ന് പറഞ്ഞു, എങ്കിൽ കുറച്ച് നാളുടെ അയാൾ ജീവിച്ചിരുന്നേനെ എന്ന നാട്ടുകാർ മക്കളെ പറ്റി കുറ്റം പറയുന്നൊരവസ്ഥ ഒഴിവാക്കാം. അതല്ല വെന്റിലേറ്ററിൽ ലൈഫ് സപ്പോർട്ടിംഗ് മെഷീൻസിൻ്റെയൊക്കെ സഹായത്തിൽ മരിച്ചിട്ടും മരിക്കാതെ കിടക്കുന്ന അവസ്ഥ ഒഴിവാക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ ആശുപത്രികൾക്കൊന്നും എതിരായിട്ടല്ല പറയുന്നത്, പക്ഷേ ചില ആളുകളുടെ വിഷമങ്ങൾ കണ്ടതുകൊണ്ട് പൊതുവെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിക്ക് ഇത്തരം ചില കാര്യങ്ങളുണ്ട് എന്നുള്ളത് ശ്രദ്ധയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത്. നമസ്കാരം.